കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ 2-ാം സ്കന്ധത്തിലെ 6-ാം അധ്യായമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞു വന്നതായിട്ടുള്ള പ്രപഞ്ച സൃഷ്ടിയുടെ തന്നെ തുടർച്ചയാണ് ഈ അധ്യായത്തിലും. എങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള ചോദ്യമായിരുന്നല്ലോ പരീക്ഷത്ത് ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ ആകാശാദികളൊക്കെ ഉണ്ടായത്, ഇന്ദ്രിയ ദേവതകൾ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വീണ്ടും തുടരുന്നു. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് വാക്കാകുന്ന ഇന്ദ്രിയവും വാക്കിൻ്റെ അധിഷ്ഠാന ദേവതയായ അഗ്നിയും ഉണ്ടായി. ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്, ത്രിഷ്ടുപ്, ജഗതി, പങ്ക്തി, ബൃഹതി എന്നിങ്ങനെയുള്ള ഛന്ദസ്സുകൾ വിരാട്ടിൻ്റെ ത്വക്ക്, മാംസം, രക്തം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നീ സപ്തധാതുക്കളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഛന്ദസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ മന്ത്രങ്ങളും ശ്ലോകങ്ങളുമൊക്കെ ചൊല്ലുന്നതിൻ്റെ വൃത്തമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഗീതാ ശ്ലോകങ്ങളൊക്കെ അനുഷ്ഠുപ് ഛന്ദസ്സിലാണ്. അതുപോലെ തന്നെ ബൃഹതി എന്നുണ്ട്. ഇങ്ങനെ 7 തരത്തിലുള്ള ഛന്ദസ്സുകൾ. ആ ഛന്ദസ്സുകൾ ഉണ്ടായത് ഈ വിരാട് പുരുഷൻ്റെ സപ്തധാതുക്കളിൽ നിന്നാണ്. ദേവന്മാരുടെ അന്നമായിട്ടുള്ള ഹവ്യം, ഹവിസ് എന്ന് പറയുന്നത്, പിതൃക്കളുടെ അന്നമായിട്ടുള്ള കവ്യം, മനുഷ്യരുടെ അന്നമായ അമൃതം, ഇവയും മധുരം, കയ്പ്, ഉപ്പ്, പുളി എന്നീ രസങ്ങളും നാവാകുന്ന ഇന്ദ്രിയവും വിരാട് പുരുഷന്റെ ജിഹ്വേന്ദ്രിയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിരാട് പുരുഷന്റെ നാസികയിൽ നിന്നാണ് എല്ലാവരുടെയും മൂക്കുകളും പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ പഞ്ചപ്രാണങ്ങളും ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഘ്രാണേന്ദ്രിയത്തിൽ നിന്ന് അശ്വിനി ദേവന്മാർ, നെല്ല്, യവം മുതലായ ധാന്യങ്ങൾ, സാധാരണവും വിശേഷപ്പെട്ടവയുമായ ഗന്ധങ്ങൾ ഇവയും ഉണ്ടായി. കണ്ണുകൾ, രൂപങ്ങൾ, ചന്ദ്രൻ മുതലായവ വിരാട് പുരുഷന്റെ ചക്ഷുരേന്ദ്രിയത്തിൽ നിന്നും ഉണ്ടായി. നേത്രങ്ങളിൽ നിന്ന് സൂര്യനും ദ്വിലോകവും ഉണ്ടായി. വിരാട് പുരുഷന്റെ കാതുകളിൽ നിന്ന് ദിക്കുകളും തീർത്ഥങ്ങളും ഉണ്ടായി. അതുപോലെ ശ്രോത്രേന്ദ്രിയത്തിൽ നിന്ന് ആകാശവും ശബ്ദവും ഉണ്ടായി. വിരാട് പുരുഷന്റെ ശരീരം എല്ലാ വസ്തുക്കളുടെയും സാരങ്ങൾക്കും സൗന്ദര്യത്തിനും ഇരിപ്പിടമാണ്. ത്വക്കാകുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് സ്പർശം, വായു, എല്ലാവിധ യാഗങ്ങൾ ഇവ ഉണ്ടായി. വിരാട് പുരുഷന്റെ രോമങ്ങളിൽ നിന്ന് യജ്ഞത്തിന് ഉപയോഗിക്കേണ്ടതായ സസ്യവർഗങ്ങളും ഉണ്ടായി. തലമുടിയിൽ നിന്ന് മേഘങ്ങളും, താടി, മീശ ഇവയിൽ നിന്ന് ഇടിമിന്നലും, നഖങ്ങളിൽ നിന്ന് ശിലകൾ, ലോഹങ്ങൾ ഇവയുമുണ്ടായി. വിരാട് പുരുഷന്റെ കൈകളിൽ നിന്ന് ഇന്ദ്രൻ മുതലായ ലോകപാലന്മാരുണ്ടായി. ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം എന്നിവ ഭഗവാന്റെ കാൽവെപ്പിൽ നിന്നുണ്ടായി. അവിടുത്തെ പാതാരവിന്ദങ്ങൾ എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ തക്കതാണ്. കിട്ടിയ വസ്തുക്കളുടെ രക്ഷയ്ക്കും സർവാഭീഷ്ട സിദ്ധിക്കും ആ ഭഗവത് പാതാരവിന്ദങ്ങൾ കാരണമാണ്. ഭഗവാന്റെ ശിഷ്ണേന്ദ്രിയത്തിൽ നിന്ന് ജലവും വീര്യവും സൃഷ്ടിയും ലോകങ്ങളും പ്രജാപതികളും ഉണ്ടായി. ഉപസ്ഥമാകുന്ന ഇന്ദ്രിയം മൈഥുനത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തിന് കാരണമാണ്. ഭഗവാന്റെ പായു എന്ന ഇന്ദ്രിയത്തിൽ നിന്ന് യമനും മിത്രനും മലവിസർജനവും ഉണ്ടായി. ഹിംസ, മൃത്യു, നരകം ഇവയുടെ സ്ഥാനമാണ് വിരാട് പുരുഷന്റെ ഗുദഭാഗം. അധർമ്മത്തിനും അപമാനത്തിനും അജ്ഞാനത്തിനും വിരാട് പുരുഷന്റെ പിൻഭാഗമാണ് സ്ഥാനം. വിരാട്ടിൻ്റെ ഞരമ്പുകളിൽ നിന്നാണ് നദികളുണ്ടാകുന്നത്. അസ്ഥികളിൽ നിന്ന് പർവ്വതങ്ങളുണ്ടാകുന്നു. അവിടുത്തെ ഉദരത്തെ ആശ്രയിച്ച് 7 രസങ്ങളോടുകൂടിയ സമുദ്രങ്ങളും എല്ലാ ജീവജാലങ്ങളും അവയുടെ മൃത്യുവും നിൽക്കുന്നു. വിരാട് പുരുഷന്റെ ചിത്തം ബ്രഹ്മാവാകുന്ന എനിക്കും നാരദനായ അങ്ങേക്കും സനകാദി മഹർഷിമാർക്കും ശ്രീ പരമേശ്വരനും വിജ്ഞാനത്തിനും ആശ്രയമായിരിക്കുന്നു. ബ്രഹ്മാവായ ഞാൻ, നാരദനായ അങ്ങ്, ശിവൻ, അങ്ങേക്ക് മുൻപുണ്ടായവരായ സനകാദി മഹർഷിമാർ, ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, നാഗങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ,
ഗന്ധർവന്മാർ, അപ്സര സ്ത്രീകൾ, യക്ഷന്മാർ, സിദ്ധന്മാർ, ഭൂതഗണങ്ങൾ, സർപ്പങ്ങൾ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, വെള്ളത്തിലും ഭൂമിയിലും ആകാശത്തിലും വസിക്കുന്ന ജീവികൾ, സൂര്യൻ, ചന്ദ്രൻ മുതലായ ഗ്രഹങ്ങൾ, അശ്വതി തുടങ്ങിയ നക്ഷത്രങ്ങൾ, കേതുക്കൾ, മറ്റുള്ള നക്ഷത്രങ്ങൾ, ഇടിമിന്നൽ, ഇവയൊക്കെ വിരാട് പുരുഷനായ ഭഗവാൻ തന്നെ പലതായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്തുണ്ടായവ, ഇപ്പോഴുള്ളവ, ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നവ, ഇവയെല്ലാം തന്നെ വിരാട് പുരുഷന്റെ രൂപഭേദങ്ങളാണ്. വിരാട് പുരുഷൻ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു. സൂര്യൻ സ്വന്തം മണ്ഡലത്തെയും പുറമേയുള്ള വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത് പോലെ വിരാട് സ്വരൂപിയായ ഭഗവാൻ സ്വന്തം സ്വരൂപത്തെയും പ്രപഞ്ചത്തിന്റെ അകവും പുറവും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിരാട് പുരുഷൻ അഭയത്തിനും മോക്ഷത്തിനും പ്രഭുവാണ്. അതിനാൽ അവിടുത്തെ മഹിമ ആർക്കും അറിയാൻ കഴിയില്ല. ആ വിരാട് പുരുഷന്റെ വെറും 1/4 ഭാഗത്താണ് ഈ പ്രപഞ്ചമൊട്ടാകെ നിൽക്കുന്നത്. ജനലോകം, തപോലോകം, സത്യലോകം, ഈ 3 ലോകങ്ങളിലായി ഭഗവാൻ അമൃതത്വം, ക്ഷേമം, അഭയം ഇവയെ ധരിച്ചിരിക്കുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി ഇവരുടെ ആശ്രമങ്ങൾ 3 ലോകങ്ങൾക്കും അതീതമായി വിരാട് പുരുഷന്റെ 3 പാദങ്ങളായി സ്ഥിതി ചെയ്യുന്നു. ഗൃഹസ്ഥാശ്രമം 3 ലോകങ്ങൾക്കുള്ളിലുള്ള ഒരു പാദമാണ്. വിവിധമായി പ്രകാശിക്കുന്നതിനാലാണ് ഭഗവാന് വിരാട് എന്ന പേരുണ്ടായത്. വിവിധം രാജതേ ഇത് വിരാട് എന്ന് പറയും. ഭഗവാൻ ജീവന്മാർക്ക് ഭോഗത്തിനും മോക്ഷത്തിനും ഉതകുന്ന 2 ഗതികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന് അവിദ്യാസ്വരൂപവും മറ്റേത് വിദ്യാസ്വരൂപവും. അവിദ്യാസ്വരൂപം കർമ്മമാണ്, വിദ്യാസ്വരൂപം ജ്ഞാനമാണ്. അതുകൊണ്ടാണ് കർമ്മമെന്നുള്ളത് ഭോഗത്തിനും ജ്ഞാനമെന്നുള്ളത് മോക്ഷത്തിനുമായ മാർഗമായി പറയുന്നത്. ഭോഗവും മോക്ഷവുമാകുന്ന 2 വിധ ഗതികൾക്കും ആശ്രയീഭൂതനായിട്ടുള്ളത് ഭഗവാനാണ്. ബ്രഹ്മാണ്ടത്തിൻ്റെ ഉത്പത്തി പരമാത്മാവായ ഭഗവാനിൽ നിന്നാണ്. ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ ഇവകളോടുകൂടിയ വിരാട് പുരുഷനും ഉണ്ടായത്. സൂര്യൻ തൻ്റെ രശ്മികളെ കൊണ്ട് എങ്ങും വ്യാപിച്ച് പ്രകാശിക്കുന്നത് പോലെ വിരാട് സ്വരൂപത്തെയും ബ്രഹ്മാണ്ടത്തെയും പ്രകാശിപ്പിക്കുകയും അവയെ അതിക്രമിക്കുകയും ചെയ്ത് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു സാക്ഷാത് പരമാത്മാവ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനായി മാറിയിരിക്കുന്നത് വിരാട് പുരുഷനാണ്. ഈ വിരാട് പുരുഷനെ പ്രകാശിപ്പിക്കുന്നത് ശുദ്ധ നിർഗുണമായിരിക്കുന്ന സ്വരൂപമാണ്. വിരാട് പുരുഷനും അന്തര്യാമിയുമായ ഈശ്വരന്റെ നാഭിയിലുണ്ടായ താമരപ്പൂവിൽ നിന്നാണ് ബ്രഹ്മാവായ ഞാൻ ഉണ്ടായത്. ഞാൻ സാമഗ്രികളൊക്കെ ഒരുക്കി വിരാട് പുരുഷനെ ഒരു യജ്ഞം കൊണ്ട് ആരാധിക്കാൻ തീരുമാനിച്ചു. വിരാട് പുരുഷന്റെ അവയവങ്ങളിൽ നിന്ന് അന്യമായി യജ്ഞപദാർത്ഥങ്ങളെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. യാഗത്തിൽ ആലംബനത്തിനുള്ളതായ മൃഗങ്ങൾ, യൂപങ്ങൾ, ദർഭ, യാഗഭൂമി, യാഗത്തിന് അനുകൂലമായ കാലം, പാത്രങ്ങൾ, ധാന്യങ്ങൾ, നെയ്യ് മുതലായ ഹോമദ്രവ്യങ്ങൾ, സ്വർണം മുതലായ ലോഹങ്ങൾ, ജലം, മണ്ണ്, അതുപോലെ ഋക്ക്, യജസ്, സാമം, ബ്രഹ്മാവ്, ഹോതാവ്, അധ്വർയു, ആഗ്നേന്ദ്രൻ ഇങ്ങനെയുള്ള ഋത്വിക്കുകൾ, ദർശം, പൂർണ്ണമാസം മുതലായ കർമ്മങ്ങൾ, ജ്യോതിഷ്ഠോമം മുതലായ യാഗങ്ങൾ, സ്വാഹ മുതലായ മന്ത്രങ്ങൾ, ദക്ഷിണകൾ, വ്രതങ്ങൾ, ദേവതകളുടെ പേരുകൾ, കർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന സമ്പ്രദായത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ, യജ്ഞത്തിലെ സങ്കല്പം, അനുഷ്ഠാന സമ്പ്രദായം, യാഗങ്ങളെ കൊണ്ട് മരണശേഷമുണ്ടാകുന്നതായ ഊർധ്വഗതികൾ, ദേവതകളെ ധ്യാനിക്കേണ്ട വഴികൾ, ശ്രദ്ധ, പ്രായശ്ചിത്തം, ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കൽ, ഇങ്ങനെ യജ്ഞത്തിൻ്റെ ഘടകങ്ങളെല്ലാം വിരാട് പുരുഷന്റെ അവയവങ്ങളിൽ നിന്ന് സമ്പാദിച്ചു. ഇതെല്ലാം ഈശ്വരമയമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. ഇപ്രകാരം സമ്പാദിച്ച യജ്ഞ പദാർത്ഥങ്ങളെ കൊണ്ട് ഞാൻ വിരാട് സ്വരൂപിയായ ഭഗവാനെ ഒരു യജ്ഞത്തിലൂടെ ആരാധിച്ചു. പിന്നീട് സ്വയംഭുവൻ മുതലായ മനുക്കൾ, മുനിമാർ, പിതൃക്കൾ, ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ എന്നിവരെല്ലാവരും ഞാൻ ചെയ്ത പോലെ തന്നെ വിരാട് പുരുഷനിൽ നിന്ന് സമ്പാദിച്ച യജ്ഞപദാർത്ഥങ്ങളാൽ വിരാട് പുരുഷനായ ഭഗവാനെ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിച്ചു വരുന്നു. ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് നമുക്ക് യജ്ഞത്തിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. അത് സാക്ഷാൽ വിരാട് പുരുഷന്റെ തന്നെയാണ്. അതുകൊണ്ട് ഈശ്വരനിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നു എന്ന് താല്പര്യം. ഈ പ്രപഞ്ചം വിരാട് പുരുഷനായിരിക്കുന്ന ആ നാരായണനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വതവേ സത്വാദി ഗുണങ്ങളോട് ബന്ധമില്ലാത്തവനാണ് ഭഗവാൻ. എന്നാലും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി അവിടുന്ന് 3 ഗുണങ്ങളെ സ്വീകരിക്കുന്നു.
ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഞാൻ സൃഷ്ടിക്കുന്നത്. പരമശിവൻ സംഹരിക്കുന്നതും അവിടുത്തെ പ്രേരണയാൽ തന്നെയാണ്. വിഷ്ണു സ്വരൂപേണ അവിടുന്ന് ലോകത്തെ രക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നു. നാരദ, ഇങ്ങനെ നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. വിരാട് സ്വരൂപിയായ ഭഗവാനിൽ നിന്ന് അന്യമായി സ്ഥൂലപ്രപഞ്ചമോ സൂക്ഷ്മപ്രപഞ്ചമോ ഇല്ല. എൻ്റെ വാക്കൊരിക്കലും അസത്യമായി തീരാറില്ല. എൻ്റെ മനസ്സൊരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാറില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും അധർമ്മമാർഗത്തിലൂടെ നീങ്ങാറില്ല. അതിനെല്ലാം കാരണം ഞാൻ നിഷ്കളങ്ക ഭക്തിയോടെ ഭഗവാനെ എപ്പോഴും ഹൃദയത്തിൽ ധരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ വേദസ്വരൂപനാണ്, തപസ്വരൂപനാണ്, പ്രജാപതികളുടെ എല്ലാം അധിപതിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠനായ ഞാൻ എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് യോഗമഭ്യസിച്ചിട്ടും ഏതൊരു ഭഗവാനിൽ നിന്ന് ഞാൻ ഉണ്ടായോ അദ്ദേഹത്തെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. തന്നെ ആശ്രയിക്കുന്നവരുടെ സംസാര വാസനകളെ നിശേഷം നശിപ്പിക്കുന്നതും മംഗളമുണ്ടാക്കി തീർക്കുന്നവയുമാണ് ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ. ആ പാദകമലങ്ങളെ ഞാൻ ഭക്തിയോടെ നമസ്കരിക്കുന്നു. ആകാശത്തിന് സ്വന്തം അതിര് അറിയാൻ ഒരിക്കലും കഴിയില്ല. അതുപോലെ സ്വന്തം മായയുടെ വൈഭവം എത്രയാണെന്ന് ഭഗവാന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ബ്രഹ്മാവായ എനിക്കോ നാരദാദി മഹർഷിമാരായ അങ്ങേപ്പോലെയുള്ളവർക്കോ പരമശിവനോ പോലും ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപം അറിയാൻ സാധിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ദേവന്മാരോ മറ്റുള്ളവരോ എങ്ങനെ അറിയാനാണ്? ഭഗവാന്റെ മായ കൊണ്ട് മയങ്ങിയ ബുദ്ധിയോടുകൂടിയവരാണ് നമ്മൾ. അതിനാൽ പല രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ജഗത്തിനെ നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ കാണുന്നു എന്ന് മാത്രം. കാരണം ഭഗവാൻ അനുഭവ സ്വരൂപമാണ്. നല്ല മധുരമുള്ളതായിട്ടുള്ള ഒരു വസ്തു വായിലിട്ട് അതിൻ്റെ മധുരം എപ്രകാരമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ആസ്വദിക്കാനേ സാധിക്കൂ. ഇതുപോലെ തന്നെ ആ ഭഗവാൻ, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അനുഭവിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ പരമശിവനോ പോലും ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപം അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അതതിൻ്റെ മഹിമയെ കാണിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ മഹാദേവനോ മറ്റുള്ളവർക്കോ അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ഭഗവാന്റെ അവതാരങ്ങളെയും ലീലകളെയും കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പരമാർത്ഥ സ്വരൂപേണ നമുക്ക് ആർക്കും ആ ഭഗവാനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്രകാരമുള്ള ഭഗവാന് നമസ്കാരം. ജനനമില്ലാത്തവനും ആദിയിലുള്ളവനും പരമപുരുഷനുമായ ഭഗവാൻ ഓരോ കൽപ്പത്തിലും തന്നിൽ തന്നെ താൻ തന്നെക്കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. പരമാത്മാവായ ഭഗവാൻ തന്നിൽ തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. കാരണം ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളായി വിളങ്ങുന്നതും പരമാത്മാവായ ഭഗവാൻ തന്നെയാണ്. സ്വർണത്തിൽ നിന്ന് വേറെയായി ആഭരണമില്ലാത്തതുപോലെ പരമാത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു പ്രപഞ്ചമില്ല. മായാസംബന്ധമില്ലാത്തതും ഏകവും ഉപാധികളെ കൊണ്ട് മറയപ്പെടാത്തതും എല്ലാവരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്നതും ഭൂതം വർത്തമാനം ഭാവി എന്നീ 3 കാലങ്ങളിലും മാറ്റമില്ലാതെ വിളങ്ങുന്നതും സത്യവും എങ്ങും നിറഞ്ഞതും ആദിയും അവസാനവുമില്ലാത്തതും 3 ഗുണങ്ങളോട് കൂടാത്തതും നിത്യവും അദ്വിതീയവുമായ ജ്ഞാനമാണ് ഭഗവാന്റെ വാസ്തവ സ്വരൂപം. ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ എന്ന് പറയുന്നത്. ആ ജ്ഞാനസ്വരൂപമാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ടാണ്. വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക് സമ്യക് അവസ്ഥിതം സത്യം പൂർണ്ണമനാദ്യന്തം നിർഗുണം നിത്യമദ്വയം എന്ന് ഇവിടെ പറയുന്നു. ആ ശുദ്ധമായിട്ടുള്ള ജ്ഞാനമാണ് ഭഗവാന്റെ വാസ്തവമായിട്ടുള്ള സ്വരൂപം. ഇന്ദ്രിയങ്ങളും മനസ്സും ശാന്തമായി അടങ്ങുമ്പോൾ മുനിമാർ തങ്ങളിൽ തന്നെ ആത്മതത്വത്തെ അനുഭവ സ്വരൂപത്തിൽ അറിയുന്നു. ദുസ്തർക്കങ്ങളാൽ ബുദ്ധി ദുഷിക്കുമ്പോഴോ ആത്മസ്വരൂപം എന്നുള്ളത് മറയപ്പെടുകയും ചെയ്യുന്നു. എങ്ങും വ്യാപിച്ചവനായ പരമാത്മാവിൻ്റെ ആദ്യത്തെ അവതാരമാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. ആ വിരാട് പുരുഷൻ കാലസ്വരൂപനാണ്. അതുകൊണ്ടാണ് അന്തർബഹി പൂരുഷ കാലരൂപൈഹി എന്ന് പറയുന്നത്. അകത്ത് ആത്മസ്വരൂപമായിട്ടും പുറത്ത് കാലസ്വരൂപമായിട്ടും ഭഗവാൻ
പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. കാര്യകാരണ സ്വരൂപമായ പ്രകൃതിയോട് കൂടിയവനുമാണ് ഭഗവാൻ. ഭൂമി മുതലായ പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, സത്വാദി ഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഇവയുടെയെല്ലാം സമഷ്ടി ദേഹത്തോടു കൂടിയവനും വെഷ്ടി ശരീരങ്ങളോടു കൂടിയവനും എങ്ങും നിറഞ്ഞു വിളങ്ങുന്നവനും വിരാട് പുരുഷൻ തന്നെയാണ്. ബ്രഹ്മാവാകുന്ന ഞാൻ, പരമശിവൻ, യജ്ഞൻ എന്ന പേരോടുകൂടിയ ഇന്ദ്രൻ, ദക്ഷൻ മുതലായ പ്രജാപതികൾ, നാരദനായ അങ്ങയെപ്പോലെയുള്ള ഋഷികൾ, സ്വർഗലോകാധിപതികൾ, പക്ഷിലോകത്തിൻ്റെ അധിപന്മാർ, മനുഷ്യലോകപതികളായ ചക്രവർത്തിമാർ, അതലം വിതലം മുതലായ ലോകങ്ങളുടെ അധിപന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, സർപ്പങ്ങൾ ഇവരുടെ അധിപന്മാർ, മഹർഷിമാരിൽ ശ്രേഷ്ഠന്മാർ, പിതൃക്കൾ, ദൈത്യന്മാർ, സിദ്ധന്മാർ, ദാനവന്മാർ ഇവരുടെയെല്ലാം അധിപതികൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ, ഭൂതങ്ങൾ, കൂഷ്മാണ്ഡങ്ങൾ, ജലജീവികൾ, മൃഗങ്ങൾ, പശുക്കൾ ഇവരുടെയൊക്കെ അധിപതിമാർ, ഇങ്ങനെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നവരെല്ലാം വിരാട് പുരുഷനിൽ നിന്ന് ലഭിച്ച ഇന്ദ്രിയശക്തി, മനഃശക്തി, ശരീരബലം, ക്ഷമാശക്തി ഇവയോട് കൂടിയവയാണ്. ശ്രീത്വം, ലജ്ജ, മാഹാത്മ്യം, ബുദ്ധി മുതലായ ഗുണങ്ങളോട് കൂടിയവ, അത്ഭുതകരമായ വർണ്ണങ്ങളോട് കൂടിയവ, രൂപമുള്ളവ, ആകൃതി ഇല്ലാത്തവ ഇവയൊക്കെ വിരാട് പുരുഷന്റെ രൂപഭേദങ്ങൾ തന്നെയാണ്. സർവവ്യാപിയായ വിരാട് പുരുഷന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളെ ഞാൻ പറഞ്ഞുതരാം. അവ മനോഹരങ്ങളാണ്. കാതിൻ്റെ മാലിന്യത്തെ നശിപ്പിക്കുന്നവയാണ്. ഞാൻ വർണ്ണിക്കാൻ പോകുന്ന ഭഗവാന്റെ അവതാരങ്ങളെയും ലീലകളെയും ശ്രദ്ധയോടെ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളെ കീർത്തിക്കാൻ ആരംഭിക്കുന്നു. ഇപ്പം 6-ാം അധ്യായത്തിൽ ഈ വിരാട് പുരുഷന്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഈ പ്രപഞ്ച പരിപാലനത്തിന് വേണ്ടി ഭഗവാൻ സ്വീകരിച്ചതായ, അതാണ് ഇവിടെ വിരാട് പുരുഷന്റെ അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഭഗവാന്റെ അവതാരങ്ങളാണ്. ആ അവതാര ലീലകളെയാണ് 7-ാം അധ്യായത്തിൽ പറയുന്നത്. വളരെ മനോഹരമായ കഥയാണ് 7-ാം അധ്യായത്തിൽ. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അനവധി അവതാരങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നു. വിരാട് പുരുഷനായിരിക്കുന്ന ഭഗവാനാണ് പലവിധ അവതാരങ്ങളും സ്വീകരിച്ച് ലോകത്തെ അനുഗ്രഹിക്കുന്നത്. ആ ഭഗവാനെ തന്നെയാണ് ആദിനാരായണൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ അവതാരങ്ങളെയും ലീലകളെയും ബ്രഹ്മദേവൻ നാരദ മഹർഷിയെ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, ഒരിക്കൽ ഭൂമി ജലത്തിൽ താണുപോയി. ഭൂമിയെ രസാതൽ ലോകത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായിട്ട് അവതരിച്ചു. ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ യുദ്ധത്തിന് വന്ന ഹിരണ്യാക്ഷൻ എന്ന അസുരനെ തൻ്റെ തേറ്റ കൊണ്ട് പിളർന്ന് കൊന്നു. ഇതാണ് ഭഗവാന്റെ ആദ്യ അവതാരം, വരാഹ അവതാരം. രണ്ടാമതായി, രുചി പ്രജാപതിയുടെയും ആകൂതിയുടെയും പുത്രനായി ഭഗവാൻ സുയജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. ദക്ഷിണ എന്ന പത്നിയിൽ സുയമന്മാർ എന്ന 12 ദേവന്മാരെ ജനിപ്പിച്ചു. 3 ലോകത്തിലുള്ളവരുടെയും ദുഃഖത്തെ തീർത്ത് അനുഗ്രഹിച്ചു ഭഗവാൻ. അതിനാൽ ദുഃഖത്തെ ഹരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സുയജ്ഞ ഭഗവാനെ സ്വയംഭുവമനു ഹരി എന്ന് കീർത്തിച്ചു. ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവൻ, ഹരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. ഇതാണ് ഭഗവാന്റെ സുയജ്ഞൻ എന്ന പേരിലുള്ള അവതാരം. മൂന്നാമതായി, കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനായി ഭഗവാൻ കപിലൻ എന്ന പേരിൽ അവതരിച്ചു. മുനിപത്നിമാരായി തീർന്ന 9 സോദരിമാരുടെ അനുജനായിട്ടാണ് ഭഗവാന്റെ അവതാരമുണ്ടായത്. ആത്മസാക്ഷാത്കാരത്തിന് സുഗമമായ അനുഷ്ഠാനം ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശപ്രകാരം സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോടുള്ള മനസ്സിൻ്റെ ചേർച്ചയെ ഉപേക്ഷിച്ച് അമ്മയായ ദേവഹൂതി മുക്തയായി തീർന്നു. ഇതാണ് ഭഗവാന്റെ കപിലാവതാരം എന്ന് പറയുന്നത്. നാലാമതായിട്ട്, അത്രി മഹർഷി ജഗദീശ്വരന് തുല്യനായ ഒരു പുത്രൻ തനിക്കുണ്ടാകണം എന്ന ആഗ്രഹത്തോടെ തീവ്രമായ തപസ് അനുഷ്ഠിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട്, ഞാൻ എന്നെ തന്നെ ഇതാ പുത്രനായി അങ്ങേക്ക് തന്നിരിക്കുന്നു. കാരണം എനിക്ക് തുല്യനായി വേറൊരാളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായി വരാം എന്ന് പറഞ്ഞ് പുത്രനായിട്ട് വരികയാണ്. അങ്ങനെ അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി ഭഗവാൻ ദത്താത്രേയൻ എന്നുള്ള പേരിൽ അവതരിച്ചു. അവധൂത ശ്രേഷ്ഠനായ ദത്താത്രേയനെ സർവാത്മന ശരണം പ്രാപിച്ചതിനാലാണ് യദു, കാർത്തവീര്യൻ എന്നീ രാജാക്കന്മാർ ഐഹികങ്ങളായ ഐശ്വര്യങ്ങളെയും അവസാനം ജ്ഞാനസമ്പന്നരായി മുക്തിയെയും പ്രാപിച്ചത്. ഇതാണ് ഭഗവാന്റെ ദത്താത്രേയ അവതാരം.
അതുകൊണ്ടാണ് ദത്താത്രേയ മഹർഷിയെ പോലെയുള്ള അവധൂതരെ അല്ലെങ്കിൽ മഹാത്മാക്കളെ ഇന്നും ലോകർ ആരാധിക്കുന്നത്, അവരുടെ വാക്കുകൾ കേൾക്കുന്നത്. ലോകസൃഷ്ടിക്കായി തപസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ തപസ്സിൻ്റെ സമർപ്പണം കൊണ്ട് സന്തുഷ്ടനായ ഭഗവാൻ സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ 4 പേരുകളോടുകൂടിയ സനകാദി ഋഷികളായിട്ട് അവതരിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ നഷ്ടപ്പെട്ട ആത്മജ്ഞാനത്തെ ലോകത്തിന് ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശത്താൽ പിന്നീടുള്ള മുനിമാർ ആത്മതത്വത്തെ തങ്ങളിൽ തന്നെ സാക്ഷാത്കരിക്കുകയും ചെയ്തു. ഇതാണ് ഭഗവാന്റെ സനകാദി അവതാരം. സനകാദി മഹർഷിമാരായിട്ട് ഭഗവാൻ അവതരിച്ചത്. 6ാമതായി ധർമ്മൻ എന്ന പ്രജാപതിയുടെയും ദക്ഷപുത്രിയായ മൂർത്തിയുടെയും പുത്രന്മാരായി ഭഗവാൻ നരനെന്നും നാരായണനെന്നും പേരോടുകൂടി 2 ഋഷിമാരായിട്ട് അവതരിച്ചു. തീവ്രമായ തപസ് അനുഷ്ഠിക്കുന്നവരായിരുന്നു അവർ 2 പേരും. നാരായണ മുനിയുടെ തപസ് മുടക്കാൻ ഇന്ദ്രന്റെ പ്രേരണയനുസരിച്ച് കാമദേവനും അപ്സര സ്ത്രീകളും പഠിച്ച പണി 18 പയറ്റി നോക്കി. എന്നിട്ടും അദ്ദേഹത്തെ തപസ്സിൽ നിന്നും ഭ്രംശിപ്പിക്കാൻ കഴിഞ്ഞില്ല. പല മുനിമാരും കോപാവിഷ്ടരായി കാമദേവനെയും അപ്സര സ്ത്രീകളെയും ശപിച്ചുകൊണ്ട് കാമത്തെ ജയിക്കാറുണ്ട്. കാമത്തേക്കാൾ തപസ്സിന് തടസ്സമാണ് ക്രോധം. ആ ക്രോധത്തെ മിക്കവർക്കും ജയിക്കാൻ സാധിക്കാറില്ല. എന്നാൽ ക്രോധം പോലും നാരായണ മഹർഷിക്ക് ഉണ്ടായില്ല. ആ സ്ഥിതിക്ക് ക്രോധത്തേക്കാൾ ശക്തി കുറഞ്ഞ കാമവികാരത്തിന് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെ പ്രവേശിക്കാനാണ്? അതാണ് ഭഗവാന്റെ നരനാരായണ അവതാരം. 7ാമതായി ചെറിയമ്മയായ സുരുചിയുടെ കഠിനമായ വാക്കുകൾ ധ്രുവൻ എന്ന ബാലകന്റെ ഹൃദയം തകരത്തക്ക വേദന ഉളവാക്കുന്നവയായിരുന്നു. വെറും 5 വയസ്സ് പ്രായമായ ബാലനായിരുന്നു എങ്കിലും ധ്രുവൻ തപസ്സിനായി വനത്തിലേക്ക് പോയി. ആ ബാലനെ അനുഗ്രഹിക്കാനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ധ്രുവന് നാശരഹിതമായ ധ്രുവ പദവി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. ധ്രുവസ്ഥാനത്തിന് മേലെയും താഴെയും സ്ഥിതി ചെയ്യുന്ന ഋഷികൾ ധ്രുവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ധ്രുവനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ സ്വീകരിച്ചതായ അവതാരം. 8ാമതായി വേനൻ എന്ന രാജാവ് ധർമ്മത്തെ തെറ്റി നടക്കുന്നവനായിരുന്നു. തികഞ്ഞ അധർമ്മിയായിരുന്നു അദ്ദേഹം. ബ്രാഹ്മണ ശാപത്താൽ മരിച്ച വേനൻ താൻ ചെയ്ത അധർമ്മത്തിൻ്റെ ഫലമായി നരകത്തിൽ വീഴേണ്ടവനാണ്. എന്നാൽ ഭഗവാൻ വേനന്റെ ശരീരത്തിൽ നിന്ന് പൃഥു എന്ന പേരിൽ ജനിച്ച് അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് രക്ഷിച്ചു. ഒപ്പം പശുവിൻ്റെ രൂപത്തിൽ നിന്നിരുന്ന ഭൂമിയിൽ നിന്ന് സസ്യങ്ങളും ധാന്യങ്ങളും കറന്നെടുക്കുകയും ചെയ്തു. ഭൂമിയിൽ ധർമ്മത്തെ കൊണ്ടുവന്നു. ഇങ്ങനെ പൃഥുസ്വരൂപേണയുള്ള ഭഗവാന്റെ 8ാം അവതാരമാണ് അത്. നാഭി മഹാരാജാവിൻ്റെയും സുദേവിയുടെയും പുത്രനായി ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. ഋഷഭദേവൻ എല്ലാത്തെയും സമമായി കാണുന്നവനും ആത്മസ്വരൂപത്തിൽ നിഷ്ഠയോടുകൂടിയവനും ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങിയവനും സകലവിധ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചവനും ആയിട്ടുള്ള ഒരു അവധൂതനായിരുന്നു. ജഡൻ, മൂകൻ, അന്ധൻ, ഭ്രാന്തൻ എന്നിവരെ പോലെയാണ് ജീവിച്ചു വന്നത്. ആ യോഗചര്യയെ പരമഹംസന്മാരായ യോഗീശ്വരന്മാരുടെ ജീവിത സമ്പ്രദായമായിട്ട് ഋഷികൾ പറഞ്ഞു വരുന്നു. ഇതാണ് ഭഗവാന്റെ ഋഷഭാവതാരം. സ്വർണവർണ്ണത്തോടുകൂടിയവനും വേദസ്വരൂപനും യജ്ഞസ്വരൂപനും സർവദേവതാസ്വരൂപിയും യജ്ഞപുരുഷനുമായ ഭഗവാൻ എൻ്റെ യാഗശാലയിൽ കഴുത്തിനു മേലെ കുതിരയുടെയും കഴുത്തിനു താഴെ മനുഷ്യൻ്റെയും സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഭഗവാന്റെ ശ്വാസത്തിൽ നിന്ന് മനോഹരങ്ങളായ വേദവാക്യങ്ങൾ പുറമേക്ക് വന്നു. ഇതാണ് ഭഗവാന്റെ ഹയഗ്രീവ സ്വരൂപേണയുള്ള അവതാരം. കഴിഞ്ഞ മന്വന്തരത്തിലെ സത്യവ്രതൻ എന്ന രാജാവാണ് ഈ മന്വന്തരത്തിൽ വൈവസ്വത മനുവായി തീർന്നത്. പ്രളയത്തിൽ ആ രാജാവിനെ രക്ഷിക്കാനായി ഭഗവാൻ മത്സ്യമായി അവതരിച്ചു. ഭൂമി തന്നെ ഒരു തോണിയുടെ രൂപത്തിൽ വന്നു. സത്യവ്രത രാജാവിനെയും സപ്തർഷികളെയും തോണിയിൽ കയറ്റി ആ തോണി കൊമ്പിൽ കെട്ടി മത്സ്യരൂപിയായ ഭഗവാൻ പ്രളയം കഴിയുന്നതുവരെ അവരെ രക്ഷിച്ചു. പ്രളയ ആരംഭത്തിൽ ബ്രഹ്മദേവൻ പറയുന്നു, എൻ്റെ മുഖത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ വേദത്തെ വീണ്ടെടുത്ത ശേഷം അവിടുന്ന് പ്രളയജലത്തിൽ വിഹരിച്ചിരുന്നു. ഇതാണ് ഭഗവാന്റെ മത്സ്യാവതാരം. അമൃതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു. കടകോലായിരുന്നത് മന്ദരപർവ്വതമാണ്. അത് സമുദ്രത്തിൽ താണുപോയി. അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ഭഗവാൻ കൂർമ്മസ്വരൂപത്തിൽ അവതരിച്ചു. 1,00,000 യോജന വിസ്തീർണമായിരുന്നു കൂർമ്മസ്വരൂപത്തിന്. മന്ദരപർവ്വതത്തെ സമുദ്രത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. പാലാഴിമഥനം കഴിയുന്നതുവരെ കൂർമ്മസ്വരൂപിയായ ഭഗവാൻ മന്ദരപർവ്വതത്തെ തൻ്റെ പുറത്ത് താങ്ങി നിർത്തി. ഇത്രയും വലിയ പർവ്വതം പുറത്തു കിടന്ന് തിരിയുമ്പോൾ കൂർമ്മസ്വരൂപിയായ ഭഗവാന് പുറത്ത് തടവിക്കൊടുക്കുമ്പോൾ എന്നതുപോലെയുള്ള സുഖമായിരുന്നു അത്രേ തോന്നിയത്.
ആ സുഖത്താൽ ഭഗവാന് ഉറക്കം വന്നു. അതിൽ നിന്ന് മന്ദരപർവ്വതം ഉയർത്തിക്കൊണ്ടുവരലും പാലാഴിമഥനം കഴിയുന്നതുവരെ അതിനെ പുറത്തു താങ്ങി നിർത്തലും എത്ര നിഷ്പ്രയാസമാണ് ഭഗവാൻ ചെയ്തത് എന്ന് അനുമാനിക്കാമല്ലോ. ഇതാണ് അവിടുത്തെ കൂർമാവതാരം എന്ന് പറയുന്നത്. ദേവന്മാരുടെ ഭയം തീർത്ത് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി വളഞ്ഞ പുരികക്കൊടികളോടും ഉഗ്രദംഷ്ട്രകളാൽ കരാളമായ വായയോടും കൂടിയതായ നരസിംഹമായി ഭഗവാൻ അവതരിച്ചു. ഗദയും ചുഴറ്റിക്കൊണ്ട് യുദ്ധത്തിന് വന്ന അതിശക്തനായ ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തി നഖങ്ങളെ കൊണ്ട് മാറിടം പിളർന്നു കൊന്നുകളഞ്ഞു. ഇതാണ് ഭഗവാന്റെ നരസിംഹാവതാരം. ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു സരസിൽ മുതലയുടെ പിടിയിൽപ്പെട്ട് അവശനായ ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു. അതിപുരുഷ, എല്ലാ രോഗങ്ങളുടെയും രക്ഷിതാവേ, നിർമ്മലമായ കീർത്തിയോടുകൂടിയവനെ, മംഗളകരങ്ങളായ തിരുനാമങ്ങളോടുകൂടിയ ഭഗവാനെ എന്നീ രൂപത്തിലുള്ള സ്തുതി കേട്ട് ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി അതിവേഗത്തിൽ സരസിന് മുകൾ ഭാഗത്ത് എത്തിച്ചേർന്നു. ചക്രായുധം കൊണ്ട് മുതലയെ കൊന്നു. ഗജേന്ദ്രനെ കരുണാനിധിയായ ഭഗവാൻ തുമ്പിക്കൈയിൽ പിടിച്ച് കരയ്ക്ക് കയറ്റി രക്ഷിച്ചു. ഇതാണ് ഗജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ സ്വീകരിച്ചതായ അവതാരം. 14-ാമതായി അതിഥിയുടെ 12 പുത്രന്മാരിൽ അവസാനത്തെ മകനായിട്ടാണ് ഭഗവാൻ വാമന സ്വരൂപത്തിൽ അവതരിച്ചത്. പക്ഷേ ഗുണങ്ങളെ കൊണ്ട് അതിഥിയുടെ പുത്രന്മാരിൽ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. വാമന ഭഗവാൻ മഹാബലിയോട് 3 അടി പ്രദേശം യാചിച്ചു. വിശ്വരൂപിയായി മാറി അദ്ദേഹത്തിൻ്റെ 3 ലോകങ്ങളും അളന്നെടുത്ത് ഇന്ദ്രന് കൊടുത്തു. ഭഗവാൻ സർവശക്തനാണെങ്കിലും ധാർമ്മികനായ മഹാബലിയെ യാചന കൊണ്ടല്ലാതെ മറ്റൊരു വിധത്തിലും ജയിക്കാൻ കഴിയുമായിരുന്നില്ല. അതാണ് അവിടുന്ന് വാമനസ്വരൂപേണ ബലിയോട് യാചിക്കേണ്ടി വന്നത്. വാമനമൂർത്തിയായി തൻ്റെ യാഗശാലയിലേക്ക് വന്ന ഭഗവാന്റെ കാൽ കഴുകിച്ച് ആ പാദതീർത്ഥം ശിരസിൽ ധരിക്കാൻ കഴിഞ്ഞ മഹാബലിയുടെ ഭാഗ്യത്തിന് മുമ്പിൽ ഇന്ദ്രപദവി എന്നുള്ളത് എത്രയോ തുച്ഛമാണ്. എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അദ്ദേഹം തൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് അണുമാത്രം പോലും പിന്മാറാൻ തയ്യാറായില്ല. 2 അടികളെ കൊണ്ട് 3 ലോകങ്ങളും അളന്നെടുത്തതായ ഭഗവാൻ 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം എവിടെ എന്ന് ചോദിച്ചു. തൻ്റെ ശിരസ് 3-ാമത്തെ അടിക്കായി നീട്ടിക്കാണിച്ച് തന്നെപ്പോലും ഭഗവാന് സമർപ്പിച്ച മഹാബലിയുടെ ആത്മനിവേദനത്തിനു മുമ്പിൽ ഇന്ദ്രപദവിക്ക് കാര്യമായിട്ടുള്ള വിലയൊന്നുമില്ല. ഇതാണ് ഭഗവാന്റെ വാമനാവതാരം. ബ്രഹ്മദേവൻ തുടരുന്നു. 15-ാമതായി നാരദ, അങ്ങയുടെ ഭക്തി കണ്ട് സന്തോഷിച്ച ഭഗവാൻ ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനവും യോഗവും ഭാഗവത ധർമ്മവും അങ്ങയ്ക്ക് ഉപദേശിച്ചു തന്നില്ലേ? അതാണല്ലോ അങ്ങ് നാരദ പഞ്ചരാത്രം എന്ന ശാസ്ത്രമായി ലോകത്തിന് പിന്നീട് ഉപദേശിച്ചത്. ഭഗവാൻ വാസുദേവനെ സർവാത്മന ആശ്രയിച്ചവർക്ക് മാത്രമേ അതിൽ പ്രതിപാദിച്ച ഭാഗവത ധർമ്മം പ്രായോഗികമായി തീരുകയുള്ളൂ. അതാണ് ഭഗവാൻ അങ്ങയ്ക്ക് വേണ്ടി സ്വീകരിച്ച ഹംസാവതാരം. ഓരോ മന്വന്തരത്തിലും മനുവായി ജനിച്ച് ഭഗവാൻ ധർമ്മപരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടരാജാക്കന്മാരെ ശിക്ഷിക്കുന്നു. സ്വന്തം കീർത്തിയെ സത്യലോകം വരെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ധന്വന്തരി സ്വരൂപേണ അവതരിച്ച ഭഗവാൻ തൻ്റെ നാമോച്ചാരണം ചെയ്യുന്ന ജനങ്ങളുടെ രോഗങ്ങളെ നശിപ്പിക്കുന്നു. യാഗത്തിൽ ഹവിർഭാഗം സ്വീകരിക്കുകയും ആയുർവേദത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഭഗവാന്റെ ധന്വന്തരിയായിട്ടുള്ള അവതാരം. ഒരു കാലത്ത് ഭൂമിയിലെ ക്ഷത്രിയന്മാരെല്ലാം ബ്രാഹ്മണദ്വേഷികളും അധർമ്മികളുമായി തീർന്നു. ഭഗവാൻ പരശുരാമ സ്വരൂപത്തിൽ അവതരിച്ച് തൻ്റെ വെൺമഴുകൊണ്ട് 21 പ്രാവശ്യം ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നു. ഇതാണ് ഭഗവാന്റെ പരശുരാമ അവതാരം. ദേവന്മാരായ ഞങ്ങളുടെ അപേക്ഷപ്രകാരം ഭഗവാൻ ഇക്ഷ്വാകു വംശത്തിൽ ശ്രീരാമനായി അവതരിച്ചു. അച്ഛൻ്റെ വാക്കിനെ സത്യമാക്കി തീർക്കാനായി സീതയോടും ലക്ഷ്മണനോടും കൂടി കാട്ടിലേക്ക് പോയി. വനത്തിൽ വെച്ച് സീതയെ അപഹരിക്കുക വഴി ശ്രീരാമന് അപരാധം ചെയ്തതിനാലാണ് രാവണൻ നശിക്കാൻ ഇടയായി തീർന്നത്. സീതാദേവി നഷ്ടപ്പെട്ട കോപത്താൽ ശത്രുനഗരമായ ലങ്കയെ ദഹിപ്പിക്കത്തക്ക വിധത്തിലാണ് ശ്രീരാമൻ സമുദ്രതീരത്ത് എത്തിയത്. ഭഗവാന്റെ കോപത്തോടുകൂടിയ നോട്ടം കൊണ്ട് തന്നെ സമുദ്രദേവതയായ വരുണൻ വല്ലാതെ ഭയപ്പെട്ട് സമുദ്രത്തിലൂടെ ലങ്കയിലേക്ക് വഴി അനുവദിച്ചു കൊടുത്തു. സമുദ്രത്തിൽ സേതു ബന്ധിച്ചു രാമൻ ലങ്കയിലെത്തി. രാവണനോട് യുദ്ധം ആരംഭിച്ചു. രാവണനും ഇന്ദ്രനും തമ്മിൽ പണ്ടൊരു യുദ്ധം നടന്നിരുന്നു. യുദ്ധത്തിൻ്റെ മധ്യത്തിൽ ഇന്ദ്രൻ്റെ വാഹനവും 10,000 ആനകളുടെ ശക്തിയുള്ളതുമായ ഐരാവതം രാവണൻ്റെ മാറിൽ ആഞ്ഞുകുത്തി. രാവണൻ്റെ മാറിൽ തട്ടി ഐരാവതത്തിൻ്റെ കൊമ്പൊടിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അത് കണ്ടപ്പോൾ രാവണന് ചിരി വന്നു. കാരണം ഐരാവതമെന്ന ആന ഓടി വന്ന് രാവണൻ്റെ മാറിൽ കുത്തിയ സമയത്ത്
ആനയുടെ കൊമ്പൊടിഞ്ഞു. ആ സമയത്ത് രാവണന് ചിരി വന്നു. ഇനി എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന വിചാരം കൊണ്ടാണ് ചിരിച്ചത്. അങ്ങനെ അത്രയ്ക്കും അഹങ്കാരിയായി സഞ്ചരിച്ചിരുന്ന രാവണനെ കൂർത്തുമൂർത്ത ശരങ്ങളാൽ കൊന്ന് സീതയെ താമസിയാതെ വീണ്ടെടുക്കും. ഇതാണ് ശ്രീരാമാവതാരം. ശ്രീരാമാവതാര കാലത്താണ് ബ്രഹ്മദേവനും നാരദ മഹർഷിയും തമ്മിലുള്ള സംവാദം നടന്നത്. അതുകൊണ്ടാണ് ഇനി വീണ്ടെടുക്കും എന്ന് പറയുന്നത്. ഇനി ബാക്കി അവതാരങ്ങളൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് വർണ്ണിക്കുന്നതും. ഇനി ഭാവിയിൽ ദ്വാപരയുഗം അവസാനിക്കാറാകുമ്പോൾ അസുരന്മാർ ഭൂമിയിൽ രാജാക്കന്മാരായി ജനിക്കും. അവരുടെ അധർമ്മം കൊണ്ട് ഭൂമിക്ക് ഭാരം താങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനായും ബലരാമനായും അവതരിച്ച് തൻ്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന പല പല ലീലകളും ചെയ്യും. പിഞ്ചുകുട്ടിയായിരിക്കുമ്പോൾ പൂതന എന്ന രാക്ഷസിയെ കൊല്ലും. 3 മാസം പ്രായത്തിലാണ് വളരെ വലിയൊരു വണ്ടി ചവിട്ടിമറിക്കാൻ പോകുന്നത്. ശകടാസുരവധം എന്ന ലീല. ആകാശം മുട്ടത്തക്ക വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന നീർമരുത് വൃക്ഷങ്ങളെ വെറും 3 വയസ്സ് പ്രായത്തിൽ പുഴക്കി വീഴ്ത്തും. ഇവയെല്ലാം ഭഗവാൻ ഒഴികെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ലീലകളാണ്. ഗോകുലത്തിലെ ഗോപകുമാരന്മാരും പശുക്കളും കാളിന്തിയിലെ വിഷം കലങ്ങിയ വെള്ളം കുടിച്ചു മരിക്കുമ്പോൾ കാരുണ്യ കടാക്ഷം കൊണ്ട് അവരെ ജീവിപ്പിക്കും. കാളിന്തിയെ ശുദ്ധമാക്കി തീർക്കാനായി അത്യുഗ്ര വിഷത്തോടുകൂടിയ കാളിയെ മർദ്ദനം ചെയ്ത് ഓടിക്കും. രാത്രി കാളിന്തി തീരത്ത് കിടന്നുറങ്ങുന്ന ഗോപന്മാരെയും പശുക്കളെയും കാട്ടുതീ പടർന്നു പിടിച്ച് ദഹിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞ് കാട്ടുതീയിനെ പാനം ചെയ്ത് ശ്രീകൃഷ്ണൻ അവരെയൊക്കെ രക്ഷിക്കും. കാരണം ബ്രഹ്മദേവന് ത്രികാലജ്ഞാനമുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെയും അദ്ദേഹത്തിന് കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും. ആ ഭാവിയിൽ വരാനുള്ള കാര്യങ്ങളാണ് നാരദന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ദിവസം കൃഷ്ണനെ ബന്ധിക്കാനായി യശോദ അനേകം കയറുകൾ ഏച്ചുകൂട്ടിയിട്ടും നീളം പോരാതെ വരും. പിന്നീട് ഒരിക്കൽ കോട്ടുവായിട്ട കൃഷ്ണന്റെ വായിൽ ബ്രഹ്മാണ്ടം മുഴുവൻ കണ്ട് യശോദ ആശ്ചര്യപ്പെടും. വരുണന്റെ ഭൃത്യൻ നന്ദഗോപരെ വരുണലോകത്തിലേക്ക് അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ശ്രീകൃഷ്ണൻ വരുണലോകത്തിൽ ചെന്ന് അച്ഛനെ വീണ്ടുകൊണ്ടുവരും. വ്യോമാസുരൻ ഗോപബാലന്മാരെ ഒരു ഗുഹയിൽ അടച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊന്ന് കുട്ടികളെ മോചിപ്പിക്കും. പകൽ മുഴുവൻ പല പ്രവൃത്തികളിൽ വ്യാപരിച്ചും രാത്രി ക്ഷീണിച്ചുറങ്ങിയും കഴിയുന്ന ഗോകുലവാസികളെ പ്രത്യേക അനുഷ്ഠാനമൊന്നും കൂടാതെ തന്നെ വൈകുണ്ഠലോകം കാണിച്ചു കൊടുത്ത് അനുഗ്രഹിക്കും. ഗോപന്മാർ തൻ്റെ യാഗം മുടക്കുമ്പോൾ ഇന്ദ്രൻ ഗോകുലത്തെ മുഴുവൻ നശിപ്പിക്കാനായി പ്രളയകാല മേഘങ്ങളെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്യിപ്പിക്കും. ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ഒരു കൈയിൽ ഉയർത്തി കുടപോലെ പിടിച്ചുകൊണ്ട് 7 ദിവസം ഗോകുലവാസികളെ ഇന്ദ്രൻ്റെ മഴയിൽ നിന്ന് രക്ഷിക്കും. അത് വെറും 7-ാം വയസ്സിൽ നടക്കാൻ പോകുന്ന ലീലയാണ്. നല്ല നിലാവുള്ള രാത്രിയിൽ വൃന്ദാവനത്തിൽ ഭഗവാന്റെ പാട്ടുകേട്ട് മയങ്ങി നിൽക്കുന്ന ഗോപികകളെ ശംഖചൂടൻ എന്ന യക്ഷൻ അപഹരിക്കും. അവനെ കൊന്ന് ഗോപസ്ത്രീകളെ മോചിപ്പിക്കും. പ്രലംബൻ, ധേനുകൻ, ബഗൻ, കേശി, അരിഷ്ടൻ, ചാണൂരൻ, മുഷ്ടികൻ, കുവലയാപീഠം, കംസൻ, കാലയവനൻ, നരകാസുരൻ, പൗണ്ഡ്രകൻ, സാല്വൻ, ദ്വിവിതൻ, ബല്വലൻ, ദന്തവക്ത്രൻ, നഗ്നജിത്ത് എന്ന കോസല രാജാവിൻ്റെ അതിശക്തരായ 7 കാളകൾ, ശംബരൻ, വിദൂരഥൻ, രുക്മി മുതലായവരെയും ഭാരതയുദ്ധത്തിൽ പങ്കെടുക്കുന്നവരായ കാംബോജന്മാർ, വിരാടന്മാർ, കൗരവന്മാർ, കേകയന്മാർ, സൃഞ്ജയന്മാർ ഇവരെയും ബലരാമസ്വരൂപേണയും ഭീമസേന സ്വരൂപത്തിലും അർജുന സ്വരൂപത്തിലും ഭഗവാൻ സംഹരിക്കും. അവരൊക്കെ വൈകുണ്ഠലോകത്ത് എത്തിച്ചേരുകയും ചെയ്യും. ഇവരിൽ പലരെയും ശ്രീകൃഷ്ണൻ നേരിട്ടും ചിലരെ ബലരാമനായും ചിലരെ ഭീമനാലും മറ്റു ചിലരെ അർജുനനാലും സംഹരിക്കും. ബലരാമനായാലും ഭീമസേനനായാലും അർജുനനായാലും വാസ്തവത്തിൽ അവരെ സംഹരിക്കുന്നത് ഭഗവാൻ ശ്രീഹരി തന്നെയായിരിക്കും. അതിനാൽ അവർക്ക് വൈകുണ്ഠപ്രാപ്തി സാധിക്കും. അങ്ങനെ ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കും. ഇതാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരം. 20ാമതായിട്ട് കലികാലത്ത് ജനിക്കുന്നവർ അല്പായുസ്സുകളും ബുദ്ധിശക്തി കുറഞ്ഞവരും ആയിത്തീരും. അവർക്ക് വേദത്തിൻ്റെ താല്പര്യം അറിയാൻ വിഷമമായിരിക്കും. വേദം മുഴുവൻ പഠിക്കാനുള്ള ക്ഷമയോ ഓർമ്മശക്തിയോ ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ സത്യവതിയുടെയും പുത്രനായിട്ട് വ്യാസൻ എന്ന പേരിൽ അവതരിച്ച് വേദങ്ങളെ പല പല ശാഖകളായി വിഭജിച്ച് ലോകത്തിൽ പ്രചരിപ്പിക്കും. ഇതാണ് വ്യാസ അവതാരം. കലിയുഗത്തിൽ ത്രിപുരന്മാർ എന്ന അസുരന്മാർ മഹാശക്തന്മാരായിത്തീരും. അവർ ദേവന്മാരെ വല്ലാതെ ഉപദ്രവിക്കും. വൈദിക കർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരായതിനാൽ അവരെ ആർക്കും കൊല്ലാനും കഴിയില്ല.
അതിനാൽ ഭഗവാൻ ബുദ്ധൻ എന്ന പേരിൽ അവതരിച്ച് വേദവിരുദ്ധമായ പാഖണ്ഡ മതത്തെ ഉപദേശിച്ച് അവരെ വേദഭ്രഷ്ടരാക്കി തീർക്കും. അതാണ് ബുദ്ധാവതാരം. കലിയുഗത്തിൻ്റെ അവസാനത്തിൽ സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിൽ പോലും ഭഗവത് കഥാ കീർത്തനം ഇല്ലാതെയായിത്തീരും. ബ്രാഹ്മണർ പാഖണ്ഡരായിത്തീരും. ശൂദ്രന്മാരായിരിക്കും രാജാക്കന്മാരായി തീരുക. സ്വാഹ, സ്വധ, വഷട്ട് എന്നീ വൈദിക ശബ്ദങ്ങൾ കേൾക്കാൻ പോലും ഇല്ലാതായിത്തീരും. ആ സന്ദർഭത്തിൽ ഭഗവാൻ കൽക്കിയായി അവതരിച്ച് ദുഷ്ടന്മാരെയൊക്കെ സംഹരിക്കും. ഇതാണ് ഭഗവാന്റെ കൽക്കി അവതാരം. തപസ്വിയായ ബ്രഹ്മാവാകുന്ന ഞാൻ 9 പ്രജാപതികൾ, ഇവരിലൂടെയാണ് ഭഗവാൻ ലോകത്തിൻ്റെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മം, യാഗങ്ങൾ, മനുക്കൾ, രാജാക്കന്മാർ, ദേവന്മാർ, ഇവരിലൂടെ പ്രപഞ്ചത്തിൻ്റെ രക്ഷ നിർവഹിച്ചു വരുന്നു. അധർമ്മം, ശിവൻ, സർപ്പങ്ങൾ, അസുരന്മാർ, ഇവരിലൂടെ അവസാനം ലോകത്തിൻ്റെ സംഹാരവും നടത്തി വരുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അപാര ശക്തിയോടുകൂടിയ ഭഗവാന്റെ മായാവിഭൂതികളാണ്. ഭൂമിയിലെ മൺതരികളെ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് ഒരുപക്ഷെ എണ്ണിക്കണക്കാക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ പോലും ഭഗവാന്റെ മഹിമയെ മുഴുവനും ആർക്കും വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. വാമനൻ ത്രിവിക്രമനായി 3 ലോകങ്ങളും അളന്നെടുക്കുമ്പോൾ സത്യലോകം വരെയുള്ള 14 ലോകങ്ങളും ചലിക്കാൻ തുടങ്ങി. അവയെ വീഴാതെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തിയതും ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മാവായ എനിക്കോ സനകാദി ഋഷികൾക്കോ പോലും ഭഗവാന്റെ മായയുടെ ശക്തി എത്രത്തോളമുണ്ട് എന്നറിയില്ല. പിന്നെ മറ്റുള്ളവർ അറിയില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? 1000 മുഖങ്ങളുള്ള ആദിശേഷൻ ഇത്രകാലം വർണ്ണിച്ചിട്ട് പോലും ഭഗവാന്റെ മഹിമയുടെ അവസാനം കാണാൻ കഴിഞ്ഞിട്ടില്ല. സർവാത്മന നിഷ്കപടമായി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് മായയെ അതിക്രമിക്കാൻ കഴിയും. അവർ പിന്നീട് ഒരിക്കലും ശരീരത്തിൽ അഭിമാനമുള്ളവരായി തീരില്ല. മകനെ നാരദ, ഭഗവാനെ സർവാത്മന ആശ്രയിച്ചതിനാൽ അവിടുത്തെ മായയെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹർഷിമാരായ നിങ്ങൾക്കും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ പരമേശ്വരൻ, പ്രഹ്ലാദൻ, സ്വയംഭൂമനു, അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപരാജ്ഞി, മനുപുത്രന്മാരായ പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവർ, പ്രാചീന ബർഹിസ്, ഋഭുമഹർഷി, അങ്കൻ, ധ്രുവൻ എന്നിവർക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്ഷ്വാകു, പുരൂരവസ്, മുചുകുന്ദൻ, നിമി, ഗാധി, രഘു, അംബരീഷൻ, സഗരൻ, ഗയൻ, യാദി, മാന്ധാതാവ്, അളർക്കൻ, ശതധന്വാവ്, അനു, രന്തിദേവൻ, ഭീഷ്മർ, മഹാബലി, അമൂർത്തരയൻ, ദിലീപൻ, സൗഭരി, ഉതങ്കൻ, ശിവി മഹാരാജാവ്, ദേവലൻ, പിപ്പലാദൻ, സാരസ്വതൻ, ഉദ്ധവൻ, പരാശരൻ, ഭൂരിഷേണൻ, വിഭീഷണൻ, ഹനുമാൻ, ശ്രീശുകൻ, പാണ്ഡവർ, ആഷ്ടശേണൻ, വിതുരൻ, ശുതദേവൻ എന്നിവർക്കും ഭഗവാന്റെ മായയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർ മാത്രമല്ല, സ്ത്രീകൾ, ശൂദ്രർ, ഹൂണർ, കാട്ടാളന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ, ഇവർ പോലും ഭക്തിമാർഗത്തെ അവലംബിക്കുകയാണെങ്കിൽ ഭഗവാന്റെ മായയെ അറിയുകയും അതിക്രമിക്കുകയും ചെയ്യും. ആ സ്ഥിതിക്ക് വേദ അധികാരമുള്ളവർ ഭക്തിയെ വളർത്തിയാൽ മുക്തരായിത്തീരും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? എപ്പോഴും ശാന്തവും ഭയരഹിതവും ജ്ഞാനസ്വരൂപവും ശുദ്ധവും ഒരേ രൂപത്തിലിരിക്കുന്നതും സ്ഥൂല സൂക്ഷ്മങ്ങൾക്ക് അതീതവുമാണ് പരമാത്മതത്വം. മനഃശുദ്ധിക്കുള്ള പലവിധ കർമ്മങ്ങളെ വിധിക്കുന്ന വേദവാക്യങ്ങൾക്ക് പോലും പരമാത്മതത്വത്തെ വേണ്ട വിധത്തിൽ വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. മായയ്ക്ക് പരമാത്മാവിൽ പ്രവേശനവുമില്ല. അതാണ് പരമാത്മാവായ ഭഗവാന്റെ വാസ്തവസ്വരൂപം. അതിനെ തന്നെയാണ് മുറിവില്ലാത്ത ആനന്ദസ്വരൂപമായ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മതത്വത്തെ അനുഭവസ്വരൂപത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിൻ്റെ ആവശ്യകതയില്ല. അതിനാൽ പിന്നീട് സകലവിധ കർമ്മങ്ങളും ഉപേക്ഷിക്കാം. എല്ലാവിധ ശ്രേയസ്സുകളുടെയും ലക്ഷ്യസ്ഥാനമായി വിളങ്ങുന്നു സർവവ്യാപിയായ ഭഗവാൻ. സ്ഥൂല ശരീരത്തിൻ്റെ സമഷ്ടിയായ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി പരമാത്മാവായ ഭഗവാനിൽ നിന്നാണ്. ശരീരം നശിച്ചാലും സർവവ്യാപിയായ ആത്മതത്വത്തിന് ഒരിക്കലും നാശമില്ല. ശരീരത്തിൻ്റെ അകവും പുറവും ആകാശമെന്ന പോലെ നിറഞ്ഞിരിക്കുന്നു ആത്മാവ്. നാരദ, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണഭൂതനായ ഭഗവാനെപ്പറ്റി ഇങ്ങനെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. കാര്യകാരണങ്ങളുടെ മൂലകാരണമാണ് ഭഗവാൻ എന്നതിനാൽ സ്വർണത്തിൽ നിന്ന് വേറെയായി ആഭരണമില്ലാത്തതുപോലെ ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നും തന്നെയില്ല. ഭഗവാന്റെ അവതാരങ്ങളുടെയും ലീലകളുടെയും ഐശ്വര്യങ്ങളുടെയും ചുരുക്കമാണ് ഞാനിപ്പോൾ അങ്ങേക്ക് പറഞ്ഞു തന്നത്. ഇതിനെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കി ഉപദേശിച്ച ഭാഗവതത്തെ അങ്ങ് വിസ്തരിച്ച് ലോകത്തിന് ഉപദേശിക്കൂ. എല്ലാവരിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനും എല്ലാത്തിനും ആധാരഭൂതനുമായ ഭഗവാനിൽ ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാവത്തക്ക വിധത്തിൽ ഈ ഭാഗവതത്തെ അങ്ങ് വിസ്തരിച്ച് ഉപദേശിക്കണം. ഭഗവാന്റെ മായയെ വർണ്ണിക്കുകയോ അനുമോദിക്കുകയോ ദിവസേന കേൾക്കുകയോ ചെയ്യുന്നവരെ പോലും
മായ ഒരിക്കലും ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. ഇപ്പം ഭാഗവതത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യത്തെ ഇവിടെ അവസാനം പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതായത് എല്ലാവരിലും ആത്മസ്വരൂപത്തിൽ വിളങ്ങുന്നവനാണ്, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഭഗവാൻ. അതുപോലെ തന്നെ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് എല്ലാം ഈശ്വരമയമാണ് എന്ന് ബോധിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രാപഞ്ചിക വിഷയങ്ങളിൽ അമിതമായിട്ടുള്ള ആസക്തി നമുക്കുണ്ടാവില്ല. ഏത് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമായി കണ്ട് അതിൽ നമുക്ക് അഭിമാനമോ അഹങ്കാരമോ ഇല്ലാതെ വിനയാന്വിതരായി ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവത് ഭക്തിയോടുകൂടി നമ്മുടെ കർത്തവ്യ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതയാത്ര അവസാനിപ്പിക്കാൻ സാധിക്കും. അതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം എന്നുള്ളതാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.